നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ഡിസൈനിങ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം. നേരത്തെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, ആ ഒരു സ്പെഷ്യൽ നീഡായിട്ടുള്ള കുട്ടികളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതോ ഇൻക്ലൂസീവ് ക്ലാസ് റൂം ഡിസൈൻ ചെയ്യാൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഫിസിക്കൽ ആക്സസിബിലിറ്റി. The classroom should be physically accessible for students with mobility impairments, ensuring adequate space, ramps, doorways, and accessible furniture arrangements. ഫിസിക്കൽ ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരിക്കണം, അവർക്ക് കുട്ടികൾക്ക് നടക്കാനും അവരുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയുള്ള ഒത്തിരി സ്പേസ് ഉണ്ടായിരിക്കണം. പിന്നെ സ്റ്റെപ്പിന് പകരം അവിടെ റാമ്പ് വയ്ക്കാം. പിന്നെ ആക്സസിബിൾ ഫർണിച്ചർ അറേഞ്ച്മെൻറ്റും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിൻറ്റ്, യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് UDL. Incorporate UDL principles by providing multiple means of representation, engagement, and expression for cater to diverse learning styles and needs. ഓരോ ക്ലാസ്സിലെ ഓരോ കുട്ടികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വ്യത്യസ്തരായിരിക്കും. സോ ഓരോരുത്തർക്കും വെറൈറ്റി ആയിട്ടുള്ള ലേണിംഗ് നീഡ്സും ആയിരിക്കും ഉണ്ടായിരിക്കാം. അവരുടെ ലേണിംഗ് സ്റ്റൈലും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ലേണിംഗ് സ്റ്റൈലും ലേണിംഗ് നീഡ്സും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിന് അങ്ങനെ ആ ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള റൂം ആയിരിക്കണം അത്. ഫ്ലെക്സിബിൾ സീറ്റിംഗ് ആൻഡ് ലേണിംഗ് സ്പേസസ്. Offer a variety of seating options and adaptable learning spaces to accommodate different preferences and promote comfort, movement, and collaboration. കുട്ടികൾ ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് എടുക്കുമ്പം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇരിക്കാതെ കുറച്ച് നല്ല അങ്ങനെ ക്ലാസ് റൂം മൊത്തം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ ഗ്രൂപ്പ് ചർച്ചയൊക്കെ നടത്തുമ്പം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസുള്ള ക്ലാസ് റൂം ആയിരിക്കണം. ഫ്ലെക്സിബിൾ, അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ എപ്പോഴും ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലാണ്ട് ഒരു കുടുസം മുറി ആയിരിക്കരുത് ഒരു ക്ലാസ് റൂം. ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആകുമ്പോൾ പ്രത്യേകിച്ചും. വിഷ്വൽ സപ്പോർട്ട്സ് ആൻഡ് മെറ്റീരിയൽസ്. Use visual aids, graphic organizers, and clear visual instructions to support understanding and engagement for all students. എല്ലാ സ്റ്റുഡൻസിനും പല ടൈപ്പ് ലേണിംഗ് സ്റ്റൈലാണ് നമ്മൾ പറഞ്ഞത്. അതൊരു കുട്ടികളിൽ ഒന്നിലധികം ലേണിംഗ് സ്റ്റൈലിലേക്ക്, അപ്പോൾ ഒരാൾ തന്നെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പോൾ വിഷ്വൽ എയ്ഡ്സ് പൊതുവെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സൊക്കെ ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കാം. അത് ICT ആയാലും അല്ലെങ്കിൽ ഹാങ്ങിങ് മെറ്റീരിയൽസ് ആയാലും ഗ്രാഫിക് ഓർഗനൈസേഴ്സ് ആയാലും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ആ ഒരു മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ, അതിനെ ഫോസ്റ്റർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പം അത്തരം വിഷ്വൽ സപ്പോർട്ട്സും മെറ്റീരിയൽസൊക്കെ ക്ലാസ്സിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ. അസിസ്റ്റീവ് ടെക്നോളജി. ഇൻ്റഗ്രേറ്റ് അസിസ്റ്റീവ് ടെക്നോളജീസ് സച്ച് as screen readers, text-to-speech software, or magnification tools to ensure access to learning materials for students with disabilities. ക്ലാസ്സിൽ ICT പോലുള്ള ഒരു ടെക്നോളജി കൊണ്ടുവരാം. അത് കുട്ടികൾ കുറച്ചും കൂടി അവരുടെ ആ ഒരു സെൻസറി ഓർഗൻസൊക്കെ കുറച്ചും കൂടി ഇമ്പൾസ് ചെയ്യുന്ന രീതിയിൽ, കുറച്ചുകൂടി സിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഹെൽപ്ഫുള്ളായ രീതിയിൽ കൊണ്ടുവരാം. ഓരോ ആക്ടിവിറ്റീസും ഇതുപോലത്തെ ലേണിംഗ് സ്റ്റൈൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം. അതിനുള്ള ഒരു സാഹചര്യം ക്ലാസ് റൂമിൽ ഒരുക്കിയിരിക്കണം. ക്ലാസ്സിൽ പ്രൊജക്ടറൊക്കെ വയ്ക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. കൊളാബറേഷൻ ആൻഡ് peer interaction. Encourage collaboration, group work, and peer interaction to foster social integration and promote a sense of belonging among all students. നമുക്കറിയാം, ഈ ക്ലാസ്സിൽ ഇങ്ങനെ ആ ഒരു ലെക്ചർ മെത്തേഡ് ആകുമ്പം ടീച്ചർ സ്റ്റുഡൻറ്റ് തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കുന്നില്ല, കുട്ടികൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കുന്നില്ല. അപ്പം ക്ലാസ് റൂമിൽ നല്ലൊരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ പറ്റിയ രീതിയിൽ ക്ലാസ് റൂം അറേഞ്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കിടയിൽ ഒരു ബിലോങ്ങിങ്നെസ് ഉണ്ടായിരിക്കും. കുട്ടികൾക്കിടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, ഒരു പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ ഇത് സഹായിക്കും. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് സപ്പോർട്ട്. യൂസ് ക്ലിയർ ആൻഡ് concise language, provide visual cues, and support students' communication needs, such as using sign language, interpreters, or communication devices. ഇപ്പോൾ ചില മക്കൾക്ക് ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ആയിരിക്കും.
അത്തരം കുട്ടികൾക്ക് ഹെൽപ്ഫുള്ളായ രീതിയിൽ റിസോഴ്സ് ടീച്ചർ ക്ലാസ്സിൽ അവൈലബിൾ ആണെങ്കിൽ വളരെ അവർക്ക് സഹായകരമാക്കും. ആ ടീച്ചർ അവർക്ക് സൈൻ ലാംഗ്വേജ് വഴി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ഹിയറിങ് ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ഹിയറിങ് ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു എയ്ഡൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അതൊക്കെ കുട്ടികളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും.